ജോലിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല നിലയും വില ഉണ്ടാവുന്ന. അത് കറക്റ്റ്. ഇപ്പതാ ഷാഹിന, അവൾ ഈ കേബിൾ ടിവിയുടെ ജോലിക്ക് പോകുന്നോണ്ടല്ലേ അവക്കൊരു വിലയുള്ളത്. ഇതിനു മുമ്പ് വരെ അവളെ പറ്റി നാട്ടുകാരെന്താ പറഞ്ഞോണ്ടിരുന്നേ? ഒളിച്ചു വന്ന പെൺകുട്ടിന്ന് അല്ലേ? ഒളിച്ചോടി പെൺകുട്ടിന്നല്ലേ നിന്നെ പറ്റി പറഞ്ഞോണ്ടിരുന്നേ? ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഇതിന്റെ കൂടെ നിനക്ക് നല്ല വിദ്യാഭ്യാസം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നല്ല നിലയും വിലയുണ്ടല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇവിടത്തെ കാര്യം നീ ആലോചിക്കും. ഇവിടെ എല്ലാവർക്കും എന്ത് സംശയം വന്നാലും ആദ്യം ആരെടുത്താ വരുന്നത്? നിന്റെ അടുത്തല്ലേ. കാര്യം എന്താ? എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. ഒരു തുണ്ട് കടലാസ് കിട്ടിയാൽ വരെ വരൂ, കുമാരി ഇതെന്താന്നൊന്ന് നോക്കിയിട്ട് പറയൂന്ന് പറഞ്ഞിട്ട് ഇല്ലേ? അപ്പൊ നീ IAS എങ്ങനെ കിട്ടാന്ന് ചോദിക്കാൻ ആരെടുത്താ വന്നത്? കുമാരി ചേച്ചിയുടെ അടുത്ത്. അതെന്തുകൊണ്ടാ? ചേച്ചിക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അല്ലേ? അല്ലാതെ അപ്പുണ്ണിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. പശുവിന്റെയോ ചാണകത്തിന്റെയോ കാര്യമാണെങ്കിൽ അപ്പുണ്ണിയുടെ അടുത്ത് പോയി ചോദിക്കാം. എന്തായിരുന്നു ഇപ്പൊ IASന്റെ കാര്യം ചോദിച്ചേ? ഒന്നല്ല ചേച്ചി, ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അവക്ക് എന്താന്ന് വെച്ചാൽ 4 നേരം കഴിക്കണം, കിടന്നുറങ്ങണം, അതേ ഉള്ളൂ. ചേച്ചി പിന്നെ അല്ലാതെ ഇവളോട് ഒരു 110 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കൊള്ളാം, സ്വന്തം കാലിൽ നിക്കാം. ഇനി ഒന്നും വേണ്ട, വിദ്യാഭ്യാസമുള്ള പെണ്ണ് എന്ന് പറയുമ്പോ അത് തന്നെ ഒരു വിലയല്ലേ? അതൊന്നും അവക്ക് കേക്കണ്ട. മറ്റേത് അമ്പിളിയേട്ടനുള്ളപ്പോ 5 മിനിറ്റ് അമ്പിളിയേട്ടനോടെങ്കിലും വർത്താനം പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ. കഴിക്ക ഉറങ്ങ, കഴിക്ക ഉറങ്ങ തന്നെ. ചേച്ചി കുഞ്ഞുണരും. കുഞ്ഞുണരും. ഇപ്പൊ അവൻ എണീറ്റ് എന്നെ വിളിച്ചോളും. കണ്ട, ഇതാണ് ഇവളുടെ പരിപാടി. എന്തേലും കാര്യപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിൽ അങ്ങനത്തിരിക്കും. ചേച്ചി ചേച്ചി അങ്ങനെ തന്നെ കൊറേ പറയൊന്നും വേണ്ട. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ, കേബിൾ ഓഫീസ് ഞാനല്ലേ നോക്കുന്നേ. അയ്യോ, അതിന്റെ കാര്യമൊന്നും പറയാത്തതാ നല്ലത്. അമ്പിളിയേട്ടൻ ഇവിടെ ഉള്ളപ്പോഴേ അത് നഷ്ടത്തില. അമ്പിളിയേട്ടന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ പോകുന്നല്ലാതെ ഒരു ഗുണവും ഇല്ല. പിന്നെ തുടങ്ങി വെച്ചതല്ലേന്ന് ഓർത്ത് ഇവൾ അതിന്റെ പുറകെ നടക്കണം, അത്രേ ഉള്ളൂ. ഡി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിന്റെ കൂടെ പഠിച്ച പിള്ളേരല്ലേ ഇത്? അവരൊക്കെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, നല്ല ജോലിയായി. അല്ല, കല്യാണം ആയിട്ടില്ല. ഞാൻ ജോലിന്ന് പെർമനന്റ് ആയിട്ട് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചിരിക്കും. അതാണ് നോക്കോ, ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. കണ്ടോ, അതാണ് ബുദ്ധിയുള്ള പെൺകുട്ടികള്. സ്വന്തമായിട്ട് ജോലിയും വേണം, വിദ്യാഭ്യാസം വേണം, അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. എന്നാലല്ലേ നമുക്ക് അല്ലേ ചെന്ന് വീട്ടിലും നമുക്ക് ഇല്ലെങ്കിൽ ഒരു വിലയും കിട്ടില്ലാന്നേ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാന് ഷാഹിനെ കണ്ടോ, അവൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്ത് പറയും? +2 തോറ്റ് ദേ ഈ കപ്പുറത്തും നിന്ന് വീട്ടിലിരിക്കാന്ന് പറയാം. ചേച്ചി ഒന്ന് നിർത്തണ്ട ചേച്ചി. പിന്നെ ഞാൻ പറഞ്ഞ കാര്യല്ലേ, അന്യരോടൊന്നും അല്ലല്ലോ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ മോളെ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? അതെ, ചേച്ചി പറഞ്ഞ കറക്റ്റ്. ബാക്കി കൂടി പറയും. ഇനി മതി, ബാക്കി പിന്നെ പറയാം. എന്തായാലും കഴിച്ചിട്ടൊക്കെ അല്ലേ പോവുള്ളൂ. അപ്പൊ നമുക്ക് ആ സമയത്ത് പറയാം ബാക്കി. പിന്നെ എടി, നീ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് പോവോ? പിന്നെ പോവാതെ അപ്പോയിന്റ്മെന്റോട് കിട്ടിയ ഉടനെ പോവും. ആണോ? നല്ല ജോലിയാ? നല്ല ജോലിയാ, നല്ല സാലറിയും ഉണ്ട്. ആണല്ലേ? പിന്നെ ഷാഹിന, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താടി? നീ +2 തോറ്റ വിഷയം എഴുതിയെടുക്കാത്തെ? അത് ഏത്? അത് പറ്റില്ലടി. അതെന്താ പറ്റാത്തെ? അതെന്നെ കൊണ്ട് അന്നേരം ഓരോ കാര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. എന്ത് കാര്യങ്ങള്? അതെങ്ങനെയല്ലോ ഒന്ന് എഴുതിയെടുക്ക്. നിനക്കൊരു ഡിഗ്രി ഒക്കെ വേണ്ടേ? അത് വേണം. ഇനി അതൊന്നും പറ്റൂലടി. അതെന്താ പറ്റാത്തെ? അത് പറ്റണം. ഷാഹിന, നിന്റെ ചേച്ചി നിന്നെ താഴെ വെച്ച് എത്ര കളിയൊക്കെ നീ കേട്ടല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് +2 എഴുതിയെടുത്ത് നല്ലൊരു ഡിഗ്രി എടുക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നോക്കണം. പിന്നെ ഷാഹിന, നിനക്കറിയാലോ, പഠിക്കുന്ന സമയത്ത് നിന്റെ അത്ര പോലും ഞാൻ പഠിക്കില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് നല്ലൊരു ജോലി ഇപ്പൊ കിട്ടി. അപ്പൊ നീ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയല്ലേ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ പഠിച്ച് പാസ്സായേ പറ്റൂ. എന്താണ് സെറ്റുകൾ? ഞാൻ വിശദീകരിക്കാം. ഒരു പ്രത്യേക സംഖ്യകൾക്കിടയിൽ വരുന്ന സംഖ്യകളുടെ കൂട്ടങ്ങളെയാണ്, അല്ലെ ശ്രേണികളെയാണ് എന്തെന്ന് പറയുന്നത്? സെറ്റുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് 1 മുതൽ 5 വരെയുള്ള സംഖ്യകളുടെ കൂട്ടത്തെ അല്ലെ ശ്രേണിയെ നമ്മൾ ഒരു സെറ്റായി എടുക്കുന്നു. അതുപോലെ ഒരുപാട് സെറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉദാഹരണത്തിന് 1 മുതൽ 5 വരെയുള്ള സെറ്റുകൾ പറയൂ. 1 2 3 4 5. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്. അതുപോലെ മറ്റൊരു സെറ്റ് പറയൂ.
10 മുതൽ 20 വരെയുള്ള സെറ്റുകൾ എന്ന് പറയും? 11, 12, 13, 14, 15, 16. ഓക്കെ, കറക്റ്റ്. അപ്പൊ അതാണ് സെറ്റുകൾ. അതുപോലെ തന്നെ ആൽഫബറ്റിക് കൊണ്ട് നമുക്ക് സെറ്റുകൾ ഉണ്ടാക്കാം. ABCD, അതുപോലെ തന്നെ AIOU, ഇതൊരു സെറ്റാണ്. വൊവ്വൽ സെറ്റ് ഒരു സെറ്റാണ്. ഇനി സെറ്റുകളല്ലാത്ത ചില സാധനങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് സെറ്റുകളാണെന്ന് തോന്നുകയും എന്നാൽ സെറ്റുകൾ അല്ല എന്നുള്ള ഗണത്തിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പറയും. ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പിന്നെ മുട്ട ബിരിയാണി. ഇവിടെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം വ്യത്യസ്തമായിരിക്കും. അവിടെ ചോദിച്ചാൽ ഇഷ്ടപ്പെട്ട പെറ്റ്സുകൾ വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെ പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടങ്ങൾ. പക്ഷെ അതൊരു കൂട്ടമാണ്. ആ കൂട്ടത്തെ നമുക്ക് സെറ്റായി സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ല. നമുക്ക് സ്വതന്ത്രമായി നിൽക്കുന്ന അക്ഷരങ്ങളെയോ അല്ലെങ്കിൽ അക്കങ്ങളെയോ അതുപോലെ തന്നെ ആൽഫബറ്റിക്കിനെയോ ആണ് നമുക്ക് എന്തായിട്ട് സ്വീകരിക്കാൻ കഴിയുക? സെറ്റുകളായി സ്വീകരിക്കാൻ കഴിയും. ഈ സെറ്റുകളെ നമ്മൾ എടുത്തെഴുതി കഴിഞ്ഞാൽ അതിനെ എലമെന്റ്സ് എന്നാണ് ആ സംഖ്യകളെ പറയുന്നത്. അപ്പോൾ സംഖ്യകൾ കൊണ്ടുള്ള ഒരു കണക്കിന്റെ വേറെ രീതിയിലുള്ള ഒരു ശാസ്ത്രമാണ് സെറ്റുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഞാനൊരു സെറ്റ് എഴുതാം. സെറ്റ് സർ, പ്രസന്റ് സർ. അല്ല, ഇന്നലെ ഞാൻ വന്നായിരുന്നു. അപ്പൊ എന്നോട് വരാൻ പറഞ്ഞു. ഇന്ന് എപ്പോ വരാനാണ് പറഞ്ഞത്? അത് ഞങ്ങളിവിടെ ക്ലാസ് തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴാണ് വരണം. സർ, കുറച്ച് ജോലി തിരക്ക് ഉണ്ടായിരുന്നു, അതാ. അപ്പൊ കുഴപ്പമില്ല. അവിടെ നിൽക്കും. ജോലി തിരക്കുള്ളവര് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നാളെ വന്നാൽ മതി. ഇപ്പൊ പോ. സാറേ, അങ്ങനെ പറയല്ലേ. ഇന്ന് എന്റെ ആദ്യത്തെ ക്ലാസ് അല്ലേ. അപ്പൊ ഇന്ന് കയറിയില്ല എന്റെ ഈ വർഷം മുഴുവൻ പോവും. ആദ്യത്തെ ക്ലാസ് തന്നെ വൈകി വന്നവര് നീ എന്നും വൈകും. അതുകൊണ്ട് വരണ്ട. ഇല്ല, ഞാൻ ഇനി ആവർത്തിക്കില്ല. ഞാൻ ഇനി എന്നും കറക്റ്റ് ആയിട്ട് വന്നോളാം. പോയിട്ട് നാളെ വരൂ കുട്ടി, പോ. സാറേ പാവല്ലേ സാറേ, ആ കുട്ടിയുടെ ആദ്യത്തെ ദിവസം തന്നെ ക്ഷമിച്ചേക്ക് സാറേ. ഇവിടെ നീയാണോ സാർ, ഞാനാണോ സാർ? സാറല്ലേ സാറ്? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം. നീ തീരുമാനിക്കണം. മേല ഇത് ആവർത്തിക്കരുത്. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ്. മനസ്സിലായ? മനസ്സിലായി. കയറി. Let function of x equal to 2x. Then integrated function of x dx equals x raised to 2 plus c. Function of x equal to 2x. Function of x equal to 2x. Then integrated function of x dx equals x raised to 2 plus c. For different values of c, we get different integrals. For different values of c, we get different integrals. But these integrals are very similar geometrically. These integrals are very similar geometrically. Thus, y equals x raised to 2 plus c, where c is arbitrary constant, represents a family of integrals. അവിടെ നിന്നെ എന്താ കാര്യം? എടി, നമ്മുടെ ഷാഹിനായിക്ക് ഏതോ സായിപ്പുമായിട്ട് പ്രേമം. തോന്നിയാസം പറയരുത് കേട്ടോ. ആടെ തോന്നിവാസമാണോ? അവള് ഫോണിൽ കൂടെ സായിപ്പിനോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ. അപ്പൊ എങ്ങനെ കേട്ടു? ഞാൻ കേട്ടതോ? ഞാനിതിനെ മുകളിലോട്ട് പോകുമായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും അകത്ത് ഇംഗ്ലീഷ് സംസാരം. ഇവിടെ സായിപ്പും കൂടെ ഫോണിനകത്ത് കൂടെ വടക്ക് ശ്രദ്ധിച്ച് പിടി കിട്ടിയില്ല. ഞാൻ വാതൊക്കെ ചെന്ന് ശ്രദ്ധിക്കും. പിടി ഭയങ്കര വർത്താനം. ഈ അപ്പച്ചിക്ക് നാണമില്ലേ അവളുടെ മുറിയുടെ വാതിക്ക് പോയി ഒളിഞ്ഞു നോക്കാൻ? കളകടച്ചിട്ടിരിക്കുകയല്ലേ. അപ്പച്ചിക്ക് അപ്പൊ തുറന്നുകൂടായിരുന്നോ? അയ്യോ, പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ ഉണ്ടല്ലോ ഒറ്റ ചാവൂട്ടി ഞാൻ തുറന്നേന്. ഇപ്പൊ മയ്യടി, നീ വന്നോ നോക്കേ. വേണോ? വേണം. ഞാൻ നുണ പറഞ്ഞാന്നല്ലേ നീ പറഞ്ഞത്. നോക്ക്. വാ വാ. എണീറ്റേ, എണീക്കേ. എന്താ ചേച്ചി? നീ ഇവിടെ എന്ത് ചെയ്യാ? കണ്ടില്ല, ഞാൻ ഉറങ്ങായിരുന്നു. അപ്പൊ നീ എന്താ ലൈറ്റ് ഓഫ് ചെയ്യത്തെ? ലൈറ്റോ? അത് കിടന്നപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. നീ ആരോടാ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടത്? ഇംഗ്ലീഷിലോ? എന്തൊക്കെയാ ചേച്ചി അപ്പച്ചി പറയുന്നേ? നിന്നെ അമ്പിളിയേട്ടൻ അങ്ങനെ വിളിച്ചോ?
അമ്മളിക്ക് വിളിച്ചില്ലല്ലോ. അയ്യോ പിന്നെ നമ്മൾ ഇംഗ്ലീഷിലല്ലേ സംസാരിക്കുന്നത്. എന്താ ചേച്ചി? എടി ഇവിടെ മുറിയിൽ ലൈറ്റ് ഉണ്ട്, നീ ഇംഗ്ലീഷിൽ ആരാണ്ടോട് വർത്താനം പറയണ കേട്ടു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന അപ്പച്ചി. അത് ചിലപ്പോഴേ ഞാൻ ഉറക്കത്തിലെങ്ങാനും പറഞ്ഞായിരിക്കും എന്തെങ്കിലും. അയ്യോ ഉറക്കത്തിൽ നീ ഇംഗ്ലീഷാ സംസാരിക്കുന്നല്ലേ. എന്റെ അപ്പച്ചി അവള് പറഞ്ഞില്ലേ അവള് ഉറങ്ങുമായിരുന്നു. അവൾ ഉറങ്ങട്ടെ അപ്പച്ചി. മനോഹര, ഓ, ഷാഹിനെ ഇപ്പൊ എന്തിനാ അന്വേഷിക്കുന്നത്? ഷാഹിനെ കൊണ്ടൊരു സ്ഥലത്ത് പോവാനുണ്ട്. എവിടെ? ട്യൂഷൻ. ട്യൂഷനോ? സെറ്റർ ബോക്സ് കേടായി. ട്യൂഷൻ സെറ്റർ ബോക്സ് കേടായി പോയി. കേബിൾ കട്ടായി പോയി. അത് നേരാക്കാൻ പോകണം. ഷാഹിനെ ഇല്ലാണ്ടാവൂല. നീ എത്ര വർഷമായി പണി പഠിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്? അപ്പൊ നിനക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്തുകൂടെ? അത് കുറച്ച് കാര്യമില്ല. ഷാഹിനെ മുതലാളിയോട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്. നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാകട്ടെ വിശ്വാസം. ആ വിളിച്ചെന്നുങ്ങ ഷാഹിനെ മുതലാളിയെ വിളിക്കും. കാര്യമുണ്ട്. വേഗം പോകണം. വൈദ്യുതി വൈകുന്നേരം പോയാലേ ശരിയാവൂലൂ. അതാണ്. പകലേ നമ്മ പണിയെടുത്ത വേർക്കും. ചൂട് സന്ധിക്കാമ്പോ എല്ലാം കറക്റ്റ് ആവുമല്ലോ. എന്ത് വിളിക്കാത്ത വിളിക്ക്. ഷാഹിനെ, ഷാഹിനെ. ഷാഹിനെ പോണ്ടേ? വൈകി. പോവാം. കേബിൾ ഇന്നും കംപ്ലൈന്റ് ആയല്ലേ? ഇന്നൊന്നുമില്ല. കംപ്ലൈന്റ്. എന്ത് ചെയ്യാനാ അച്ഛാ. ഞാൻ എന്നാ പോയിട്ട് വരാവേ. അമ്മയോട് പറയണേ. ശരി മക്കളെ. ഷാഹിന, നീ എന്നും വൈകുന്നേരം ഇവനെയും കൂട്ടി പോകുന്നുണ്ടല്ലോ. എങ്ങോട്ടാ? അതാ അപ്പച്ചി പറഞ്ഞല്ലോ കേബിൾ കംപ്ലൈന്റ് ആയെന്ന്. അപ്പൊ പോയില്ലെങ്കിലേ ഇവിടെ ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. അതുകൊണ്ടാ. അല്ല, ഇവനെ മാറ്റി വേറെ ആ പണി അറിയാവുന്ന ആരെയാണ് നിനക്ക് നിയമിച്ചുകൂടെ? എടി ഇവന് പണി അറിയത്തില്ല, അതുകൊണ്ടാ കൂടെ കൂടെ കേബിള് കേടാകുന്നത്. അപ്പച്ചി എന്റെ കഞ്ഞില് പാറ്റിയിടല്ല. വന്നേ. ഷാഹിന, സത്യം പറ, നീ എങ്ങോട്ടാ? അപ്പച്ചി ഞാൻ പറഞ്ഞല്ലോ കേബിൾ നന്നാക്കാൻ പോവാന്ന്. ഒരു കാര്യം ചെയ്യ്, അപ്പച്ചിക്ക് അത്ര സംശയമാണെങ്കിലേ എന്റെ കൂടെ പോരെ. ആ സംശയം അങ്ങ് തീരട്ടെ. വേണ്ട. ഒരാളെ പോസ്റ്റുമ കയറാൻ വേണം. വന്നോ, വാ. ഞങ്ങളെ ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ലയോ? അച്ഛാ ഞാൻ എന്നാ പോട്ടെ. ശരി മക്കളെ. അപ്പച്ചി വരുന്നുണ്ടോ? വാ മുതലാളി. ആങ്ങളെ, ഷാഹിനയ്ക്ക് ഈയിടെ നല്ല കള്ളത്തരമുണ്ട് കേട്ടോ. അയ്യോ, നിനക്ക് കള്ളത്തരം ഇല്ലേ? ഇല്ലല്ലോ. ഞാൻ പറയുന്നു മനസ്സിലാക്ക്. എന്റെ പൊന്നു മലാമണി, നീ എന്തായാലും വേറെ പണി നോക്ക്. ഇല്ലല്ലോ. സാധാരണ വരുന്ന സമയം കഴിഞ്ഞില്ലേ? അവള് കേബിൾ ഓഫീസിൽ പോയതല്ലേ, മനോഹരം കൊണ്ടാക്കിക്കോളും. അല്ല, സാധാരണ വരുന്ന സമയം കഴിഞ്ഞേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ശരിയാണല്ലോ, അവളൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഒന്ന് വിളിച്ച് ചോദിക്ക്. പിന്നെ കളിക്കാവേ. അയ്യോ ബെല്ല് പോന്നില്ലല്ലോ. എന്താ പറയണേ? എന്തോ കവറേജ് ഇല്ലെന്നൊക്കെ. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും. ഇവന്റെ കൊച്ചെവിടാ? എപ്പോഴും അത് തന്നെ പറയുന്നേ. ഓ, ഞാൻ പറഞ്ഞപ്പോ ഇവിടെയൊക്കെ എല്ലാവർക്കും എന്തായിരുന്നു? നാത്തൂന് എന്തോ പറഞ്ഞെന്നാ? ഈയിടെയായി ഷാഹിനയ്ക്ക് എന്തോ ചുറ്റിക്കളിയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? അപ്പച്ചി എന്റെ കൊച്ചിനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞാല. ഞാൻ തോന്നിയാസൊന്നുമല്ല പറഞ്ഞ, ഉള്ള കാര്യം പറഞ്ഞേ. കുമാരിയോട് ചോദിച്ചു. എന്നോട് എന്ത് ചോദിക്കാൻ? എനിക്കൊന്നും അറിയില്ലേ. അപ്പച്ചി എന്താ പറയണ? കുമാരി, രാത്രിയിൽ അവൾ ഉറങ്ങാതെ കുത്തിയിരുന്ന് എന്തെടുക്കായിരുന്നു അവരോട് പറഞ്ഞു കൊടുക്ക്. എന്താ അപ്പച്ചി പറയണേ? എനിക്കൊന്നും അറിയില്ല അമ്മ. നിനക്കറിയില്ല, എന്നാ എനിക്കറിയാം. അവള് കുത്തിയിരുന്ന് ആരാണ്ടോടെ ഇംഗ്ലീഷിൽ ഫോൺ ചെയ്യുമായിരുന്നു. വെറുതെ ഓരോന്ന് പറയല്ലേ നാത്തൂനെ. ഇപ്പൊ ഞാൻ പറഞ്ഞതാ കുഴപ്പം. അതിപ്പോ അവളുടെ കെട്ടിയോനെ ആയിരിക്കും വിളിച്ചത്. അയ്യോ, അവൻ ഇംഗ്ലീഷേ സംസാരിക്കൂ. പാവം, എന്റെ അമ്പിളിക്കുട്ടൻ ഇതൊന്നും അറിയുന്നില്ല. എന്തറിയുന്നില്ല? പറഞ്ഞു നിങ്ങൾ ഇത് എങ്ങോട്ടേ കേറി പോന്നെ? എങ്ങോട്ടാ പോകുന്നെന്നോ? നിങ്ങളുടെ മകളുടെ ചുറ്റിക്കളിയൊന്നും അവൻ അറിയുന്നില്ലെന്ന്. എന്റെ ക്ഷമയ്ക്ക് അതിലുണ്ട് കേട്ടോ. ആവശ്യമില്ല തോന്നിയാസം പറഞ്ഞാലേ. ഇപ്പൊ തോന്നിയാസായി. ഇവള് കാണിച്ച തോന്നിയാസല്ല, അവിടെ കളിച്ചോണ്ടിരുന്നോ ഫോണിനകത്ത്. എന്ത് കാണിച്ചു? ദൈവമേ. ജമാലേ, ജമാലേ, ഇനിയിപ്പോ ജമാല് വന്നു പോകും. ആവശ്യമുണ്ടോ? ഇത് ഞാൻ പറയണ്ടേ? അവര് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിന്റെ മകളെന്തിയേ? അവള് വന്നോളൂ. വരൂ എന്നെങ്കിലും. അമ്മേ, അവരിവിടെ ഇരുന്നോണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. എന്താ കുമാരി? ഷാഹിനിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. അത് ഈ അപ്പച്ചി പറഞ്ഞ പോലത്തെ ചുറ്റിക്കളിയൊന്നുമല്ല, പക്ഷെ അവൾ എന്തോ മറക്കുന്നുണ്ട്.
ആ മറക്കുന്നതിന്റെ പേര് അപ്പച്ചി പറഞ്ഞ ചുറ്റിക്കളി. ഇപ്പൊ എങ്ങനെയുണ്ടടി? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ചെല്ല്. നിന്നോട് ഞാൻ നേരത്തെ മോര് പറയുന്നില്ലേ ശ്രദ്ധിക്കണം. നീ എന്നാ പറഞ്ഞ? അപ്പച്ചിയാ കുറ്റക്കാരി. ഒന്നും മിണ്ടാതിരിക്കേ. പ്രശ്നത്തിന് പരിഹാരമാവും. അന്വേഷിക്കാതെ മാറങ്ങോട്ട്. ഊർത്തെ വെണ്ണ വെള്ളയുടെ ഒരു പോക്കണ്ട്. ഇച്ചോടെ പതുക്കാൻ പോ. സീതേച്ചി, എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. അവള് വരും സുലു. എന്നാലും എത്ര നേരമായത്? പങ്കി ഒന്ന് ഇറങ്ങി വാടാ. വരണോ എന്താത്? എന്തൊരു ബഹളം അവിടെ. ഈ അപ്പച്ചി കിടന്ന് ബഹളം വെക്കണം ഭംഗിമാവാ. പിടിക്കാങ്ങളെ എന്താ അപ്പച്ചി ഇത്? എടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവളുടെ മേലൊരു കണ്ണു വേണോന്ന്. അപ്പൊ നീ എന്നാ പറഞ്ഞത്? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഒന്ന് മിണ്ടാതിരിക്കണ്ട അപ്പച്ചി. ഓരോ കാര്യങ്ങള് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് എല്ലാവരും കൂടി. പങ്കി അവളെ എവിടെ പോയതായിരിക്കോടാ? അവ എവിടെയും പോയിട്ടില്ല. മജീദിക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ കുന്തം മെലിങ്ങ പോലെ നിൽക്കതേ? ഒന്ന് പോയി അന്വേഷിച്ചേ. എന്റെ സുലു, നീ ഒന്ന് സമാധാനിക്ക്. അവളവളുടെ ജോലിക്കാരിയായിട്ട് പോയതല്ലേ, അവള് വരും. അതെ. എവിടെ കേബിൾ പൊട്ടി കിടക്കുന്നത്? എവിടെ പൊട്ടെ? എന്റെ റെയിലോടെയും കേബിളൊന്നും പൊട്ടിയിട്ടില്ല. അയ്യോ പങ്കി, നീ ഒന്ന് പോയി അന്വേഷിക്കടാ. അതിനെന്നല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചേക്കണം. പിന്നെ പറ്റുമെങ്കിൽ ആ പഞ്ചായത്ത് കോടതിയും തപ്പണം കേട്ടോ. എന്തിന്? ആമ്പല് പറിക്കാൻ. എടാ പെണ്ണിനെ വിളിച്ചോട് പാടാ. അപ്പച്ചൊന്നും മിണ്ടാണ്ടിരിക്കട്ടോ. അമ്മ പോയി നോക്ക്. നീ നിർദ്ദേശം നൽകിയിട്ട് ഇവിടെ നിൽക്കണോ? എല്ലാവരും വാ. ഞാൻ വരണോ? പിന്നെ വരണ്ടേ? എന്നാ ഞാൻ അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആരോട്? നന്ദിനി രമണിനോ? ചെക്കാ. ഹലോ. ആ മേഡം പഞ്ചേഷനാണ്. അല്ല അതെ, മറ്റന്നാള് വരുന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അല്ല, ഞാൻ മെസ്സേജ് ഒന്നും നോക്കാറില്ല. വിളിച്ചാൽ മതിയായിരുന്നു. അത് അത് സൈലന്റ് തോന്നുന്നു മേഡം. അത് അല്ല ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ എവിടെ എത്തി? ആരുവനോ? കുഴപ്പമില്ല. അതെ, തൃപ്പൂണിത്തറ എത്തുമ്പോഴത്തേക്കും പങ്കി അവിടെ എത്തും. തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പോഴത്തേക്കും പങ്കി അവിടെ ഉണ്ട്. ഓക്കെ, ശരി ആയിക്കോട്ടെ. ഫോൺ കട്ട് ചെയ്യേ. എന്താണ് പങ്കിയമ്മ? അമ്മാന്റെ ഫോൺ എവിടെ? ഫോൺ മോളിലുണ്ടേ. കഷ്ടം. അല്ല, ഫോൺ എന്താക്കിയെന്ന്? മാഡം വിളിച്ചിട്ട് കിട്ടാത്തോണ്ടല്ലേ എന്നെ വിളിച്ചേ? അല്ല, അത് സൈലന്റ് ആർന്നേ. അത് സൈലന്റ് ആക്കി വെച്ചു. ഇന്നലെ രാത്രി എന്റെ കുട്ടിയെ രാത്രി 12-1 മണി സമയത്തൊക്കെ ഒരു ഭ്രാന്തൻ അയാൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അതെ നിങ്ങളുടെ അവിടെ ഉള്ള നമ്മുടെ പൈപ്പ് ഇത് പോയിട്ടുണ്ടല്ലോ, വാട്ടർ അതോറിറ്റിയുടെ എന്താ ജപ്പാൻ കുടിവെള്ളല്ലേ, അതിന്റെ കണക്ഷൻ പൈപ്പ് അവിടുന്ന് തോണ്ടിട്ട് കൊടുക്കണം എന്ന് അവനെ. അതേ അങ്ങനെ ഒരു സംഗതി പാടില്ല കേന്ദ്ര മന്ത്രിക്ക് വിളിച്ചു പറയാൻ എന്നോടേ. അല്ല അതപ്പോ പങ്കാമനെ കൊണ്ട് പറ്റൂലേ? പറ്റാണ്ടല്ല, പക്ഷെ അത് ഈ വക ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ്. അല്ല പിന്നെ മെസ്സേജിന്റെ കാര്യമൊക്കെ പറഞ്ഞെന്താ? മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മാഡം കംപ്ലീറ്റ് മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നു. ഏത് സ്റ്റേഷനിലാ വരണേ, എത്ര മണിക്ക് എത്താന്നൊക്കെ മെസ്സേജ്. ഞാൻ അത് നോക്കണില്ലല്ലോ, അത് ഞാൻ നോക്കില്ല. സാറമ്മ മാഡത്തിന്റെ മെസ്സേജ് പങ്കാമൻ നോക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വല്ലതും പറ എന്റെ അമ്മാവാ. എന്താ ഈ കുട്ടി പറഞ്ഞു? റൂട്ട് മാറി പോവാണല്ലോ. അല്ല പിന്നെ അയ്യോ, ആലുവയിലെത്തിന്റെ ട്രെയിൻ ഞാൻ ഒന്ന് പോയി കൂട്ടി ഷർട്ട് ഇട്ടിട്ടില്ല. പല്ല് തേച്ചായിരുന്നോ? പല്ലൊക്കെ ഇനി വന്നിട്ട് കേൾക്കാം, അല്ലെങ്കിൽ തേക്കാൻ പറ്റുണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചോടുന്നേ. എടാ, അപ്പൊ എന്റെ മുമ്പിൽ അവര് അഭിനയിച്ചിട്ട് പാർട്ടി ഓഫീസിൽ ചെന്നിട്ട് വല്ല. അയ്യോ, അമ്മ ഒരു പണി, അമ്മ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. എന്നാ പിന്നെ അവിടെ പോയിട്ട് അമ്മക്ക് ഇടയിൽ നിൽക്കാലോ. പാർട്ടിയിലെ മെമ്പർഷിപ്പ് നീ അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. അമ്മയ്ക്ക് എന്ത് വട്ടാണോ? ഈ അപ്പുണ്ണിയുടെ വെറുതെ നിന്ന് ഓരോന്ന് പറയുന്നല്ലേ. അല്ലെങ്കിൽ തന്നെ അമ്മ സാറമ്മയുടെ പറ്റി എന്താ വിചാരിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ പ്രേമിച്ചടക്കുന്ന ആളാണെന്നോ? മാഡം അങ്ങനൊന്നും അല്ല, ഒക്കെ അമ്മയുടെ തോന്നലാ. അതെ, സാറാമ്മയുടെ നല്ലതാ.
ആ രണ്ടാളും കൂടി സാറാമ്മേനെ തലയിലേറ്റ് വെച്ച് നടന്നോ. അവസാനം അരുതാത്തത് വല്ലതും സംഭവിച്ച രണ്ടിനെ ഞാൻ ശരിയാക്കും, പറഞ്ഞേക്കാം. അമ്മയുടെ ഈ വേണ്ടാത്ത വാശി കൊണ്ട് ഒഴിവാക്കിയാൽ മതി. അമ്മ വാശി പിടിച്ചോട്ടൊക്കെ തോറ്റിട്ടുള്ളൂ. അപ്പൊ അനന്തേട്ടൻ ദേവികേച്ചി ഇവിടെ വന്നപ്പോ എന്തൊക്കെയായിരുന്നു അമ്മയുടെ പുകില്? പിന്നെ അവരങ്ങനെ ചേർത്ത് പിടിച്ച് നടന്നല്ലോ. ഷാനിയുടെ അമ്പിളിയുടെ കാര്യത്തിൽ എന്തായിരുന്നു? എന്റെ കുമാരിയുടെ കാര്യത്തിൽ എന്തായിരുന്നു? അവിടെയൊക്കെ അമ്മ ആദ്യം എതിർത്തു, പിന്നെ എല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇതുണ്ടാവുള്ളൂ. ഞാൻ എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ടമ്മേ. ആ ഓരോ ദേഷ്യം പിടിപ്പിക്കുക മനുഷ്യനെ. അമ്മേ, അമ്മക്ക് എന്തിനാ സാറമ്മയോടത്തോട് ഇത്ര ദേഷ്യം? എനിക്ക് ദേഷ്യമൊന്നുമില്ല ആരോടും. ദേഷ്യം ഇല്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ചുമ്മാ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ല. ശരി. സാറമ്മ മാഡം. ഓ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ രണ്ടാളും കൂടി ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ്. മാഡം എവിടെ നടക്കാൻ പോവാ? ആ 2 ദിവസം ട്രെയിൻ യാത്ര ആയിരുന്നു, നടക്കാൻ പറ്റാത്ത എന്റെ ബുദ്ധിമുട്ടുണ്ടാവല്ലേ? ട്രെയിൻ യാത്രയാണേലും ഞാൻ നടപ്പ് ഒഴിവാക്കില്ല മോളെ. എങ്ങനെ നടന്നു? പാളത്തിൽ കൂടെയാ? നമ്മുടെ റെയിൽവേ അല്ലേ, 2-3 മണിക്കൂറൊക്കെ ഒരു സ്റ്റേഷനിൽ പിടിച്ചിടും. ആ സമയത്ത് സ്റ്റേഷനിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇനി കണക്ഷൻ പോകുകയാണെങ്കിൽ ട്രെയിനകത്തൂടെ നടക്കും. ആ അപ്പൊ നടക്കാനുള്ള സൗകര്യം ഇല്ലാത്തോണ്ടായിരിക്കല്ലേ മാഡം ഫ്ലൈറ്റിൽ പോവാത്തെ? അതെ, രാവിലെ തന്നെ ഇങ്ങനെ മണ്ടത്തരം പറയാതെ നീ എന്റെ കൂടെ നടക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ. ഞാനൊന്നും നടക്കാൻ വരുന്നില്ല, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. ഈ അടുക്കള പിശാചിനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്റെ പൊന്നു കുഞ്ഞെ, ഇന്ന് അടുക്കളയിലെ ജോലിയൊക്കെ ഇവിടെ ഉള്ള വേറെ ആരെങ്കിലും ചെയ്തോളും അല്ലേ ബലരാമേട്ടാ? അതെ, മോളോട് ചെല്ലുമോ? അതല്ല അച്ഛാ, അമ്മ എങ്ങാണ് എണീറ്റ് വരുമ്പോ അടുക്കളയിലെ പണിയൊന്നും തീർന്നില്ല എന്ന് കണ്ടാലേ പിന്നെ അത് മതി, എനിക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. പക്ഷത്തെ ദിവസം മൊത്തം പോക്കാ. ഇങ്ങനെ നിന്റെ അമ്മായിമ്മ പേടിച്ച് പേടിച്ചേ നിന്റെ ജീവിതം പോവും. കറക്റ്റ്. അനുഭവസ്ഥർ പറയുന്നത് കേക്ക്. അത് മാത്രല്ല മേഡം, ഞാൻ ഈ നടക്കാൻ പോകുന്നൊക്കെ നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? നാട്ടുകാര് കണ്ട എന്തോ വിചാരിക്കാനാ? ഞാൻ അങ്ങനെ നടക്കുന്നൊന്നും ആളുകൾ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെയെന്ന്? അല്ല, ഞാൻ നടക്കാൻ വരുന്നില്ല മേഡം, മേഡം വെക്കോ. നീ നിന്റെ മടിയും കൊണ്ട് ഇവിടെ അങ്ങ് ഇരുന്നോ, വരണ്ട. ബലരാമേട്ടാ, ഞാൻ പോയിട്ട് വരാമേ. രാവിലെ നടക്കാൻ പോലും അടുക്കള ജോലികൾ ബാധ്യതയാവുന്ന നിന്റെ ഒക്കെ അവസ്ഥ ഓർത്തിട്ടെ എനിക്ക് വിഷമമുണ്ട്. പറഞ്ഞോളൂ. എപ്പോ എവിടെ വെച്ച്? അയ്യോ, എത്ര പേരുണ്ടായിരുന്നു അവര്? ഏതാശുപത്രിയില്? ഞാനിപ്പെത്താം. ശരി. അങ്കിയമ്മ, സാറമ്മ മേഡത്തിന് എന്ത് പറ്റി? ആരെങ്കിലും വളഞ്ഞിട്ട് അടിച്ചോ? എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചേ? അടിക്കല്ല, പിന്നെ കടിച്ചു. കടിച്ചോ? ആൾക്കാരോ? കുട്ടി നടക്കാൻ പോയ സാറാ മേഡത്തിനെ തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് അറിഞ്ഞും മുറിഞ്ഞ കടിച്ചു. എന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടിരിക്കുക. അയ്യോ, ഞങ്ങടെ ചെല്ലട്ടെ കേട്ടോ. സെമിനാറൊക്കെ ഇപ്പൊ ഇനി ആശുപത്രിയിലേക്ക് ആക്കേണ്ടി വരും. അമ്മേ, എടീ, ആള് തീർന്നു എന്നാ തോന്നണേ. നമ്മള് പേടിക്കുന്നു വിചാരിച്ചിട്ട് അവൻ സത്യം പറയാത്തതാ. അമ്മ എന്ത് മണ്ടത്തരൊക്കെയാ പറയുന്നത്? തീർന്നാളെങ്ങനെ ഫോൺ വിളിക്ക? പറഞ്ഞോളൂ. എപ്പോ എവിടെ വെച്ച്? അയ്യോ, എത്ര പേരുണ്ടായിരുന്നു അവര്? ഏതാശുപത്രിയില്? ഞാനിപ്പെത്താം. ശരി. അങ്കിയമ്മ, സാറമ്മ മേഡത്തിന് എന്ത് പറ്റി? ആരെങ്കിലും വളഞ്ഞിട്ട് അടിച്ചോ? എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചേ? അടിക്കല്ല, പിന്നെ കടിച്ചു. കടിച്ചോ? ആൾക്കാരോ? കുട്ടി നടക്കാൻ പോയ സാറാ മേഡത്തിനെ തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് അറിഞ്ഞും മുറിഞ്ഞ കടിച്ചു. എന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലേക്ക് കൊണ്ടിരിക്കുക. അയ്യോ, ഞങ്ങടെ ചെല്ലട്ടെ കേട്ടോ. സെമിനാറൊക്കെ ഇപ്പൊ ഇനി ആശുപത്രിയിലേക്ക് ആക്കേണ്ടി വരും. അമ്മേ, എടീ, ആള് തീർന്നു എന്നാ തോന്നണേ. നമ്മള് പേടിക്കുന്നു വിചാരിച്ചിട്ട് അവൻ സത്യം പറയാത്തതാ.
അമ്മ എന്ത് മണ്ടത്തരൊക്കെയാ പറയുന്നത്? തീർന്നാളിങ്ങനെ ഫോൺ വിളിക്ക. അപ്പൊ നമുക്ക് ആ ദുഃഖത്തില് പങ്കുചേരാലോ. പിന്നെ ദുഃഖത്തില് പങ്കുചേരും. അതാ വന്നല്ലോ. അതെ അതെ, ആ പുണ്യേന് കൊറേ സംശയമുണ്ട്, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ പുണ്ണേട്ടാ? അതെ, ഈ സാറാമ്മ മേഡത്തിന് എത്ര പട്ടികൾ ചേർന്ന കടിച്ചേ? അത് എനിക്ക് അറിഞ്ഞൂടാ. എത്ര കടി കടിച്ചെന്നറിയോ? എനിക്ക് അറിഞ്ഞൂടാ പുണ്ണേട്ടാ. ആ വെപ്രാളത്തിൽ എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ പങ്കിയമ്മാവന് ഫോൺ വന്നപ്പോ നീ അടുത്തുണ്ടായിരുന്നില്ലേ? ഞാൻ അടുത്തുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ആ ചോദിക്കണ്ടേ? അതെങ്ങനെ അപ്പ ഇതൊക്കെ ചോദിക്കാ? ഈ സാറാ മേഡത്തിന് 7-ാം പൊളിച്ചയ്ക്ക് നടക്കാൻ പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതും ആൾക്കാരൊന്നും നടക്കാത്തൊരു റോഡ്. ആൾക്കാർ നടക്കാത്ത റോഡല്ല അത്, ആ സമയമായതുകൊണ്ട് ആളില്ലാത്തതല്ലേ പുണ്യേട്ടാ. ആ സമയത്ത് പട്ടികളെ ഉണ്ടാവുള്ളൂ. പിന്നെ വെളുപ്പിനല്ലേ നടക്കാൻ പോണേ. പേടിക്കണ്ടേ? പേടിക്കണം. അതെ അപ്പുണ്ണേട്ടാ, മാഡം രാവിലെ കൊറേ നിർബന്ധിച്ചപ്പോഴേ ഞാനും മാഡത്തിന്റെ കൂടെ നടക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. ആണോ? നന്നായി, എന്നാ കടിയും കൊണ്ട് ഇവിടെ ഇരിക്കായിരുന്നു. സത്യം, പടച്ചോൻ കാത്തെന്ന് പറഞ്ഞാ മതി. ജീവിതത്തിൽ ആദ്യമായിട്ട് അടുക്കളപ്പണി കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവുന്നത്. എന്നാലും ഈ മേഡത്തിനെ പോലെ ഒരു ദേശീയ നേതാവിനെ പട്ടി കടിക്കാന്നൊക്കെ പറഞ്ഞാലേ. എന്റെ ചേച്ചി, പട്ടികൾക്ക് അറിയോ ദേശീയ നേതാവാണോ അതോ ലോക്കൽ നേതാവാണോന്ന്? അവറ്റകൾ ആരെ കണ്ടാലും കടിച്ചു കീറും. ആ അത് ശരിയാ. ഞാനേ ജീവൻ പണയം വെച്ചിട്ട് രാവിലെ സൊസൈറ്റിയിലേക്ക് പോണേ. ഞാൻ അതിരാവിലെ പോണേ. ആ റോട്ടിൽ നിറയെ പട്ടികളായിരിക്കും. ഒരു ദിവസം ഞാൻ പാല് കൊണ്ട് പോകുമ്പോ 4 പട്ടികൾ എന്റെ സൈക്കിളിന്റെ പുറകിലാണ്ട് ഓടി. ഞാൻ സൈക്കിൾ അങ്ങോട്ട് ആഞ്ഞി ചവിട്ടി. പട്ടികൾ കുറച്ചു ദൂരം ഓടിയിട്ട് അവസാനം അവര് തോറ്റു. എങ്ങനെ? പട്ടികൾ തോറ്റു. അയ്യ, കള്ളക്കഥ ഉള്ളതാണ്. ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ സാറാ മേഡത്തിനെ പട്ടി കടിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്ന അപ്പൊ പറഞ്ഞല്ലേ. എന്തിനാ അപ്പുണ്ണേട്ടാ ഇങ്ങനെ സൈക്കിൾ മുറുക്കം ചവിട്ടിയപ്പോഴത്തേക്ക് അവര് തോറ്റുപോയി. തോറ്റുപോയി. ഞാൻ സൈക്കിൾ ഓടിക്കുന്ന സ്പീഡ് നിനക്ക് അറിയാട്ടാണ്. ആണോ? എന്നാലേ പട്ടി കടിക്കാൻ വരുമ്പോ ഓടരുത്. ഓടിയിട്ടുണ്ടെങ്കിൽ അവര് പുറകെ ഓടി പിടിച്ച് കടിക്കും. അതിന് ഞാനല്ലല്ലോ ഓടിയത്, സൈക്കിളല്ലേ. സൈക്കിളിനെ അടിച്ചോട്ടെ. ഈ മനുഷ്യനോട് ഞാൻ എന്താടി പറയാ? എന്താ പറയാ? ഒന്നുമില്ല, ഞാൻ വിചാരിക്കായിരുന്നേ ഈ മേഡത്തിൽ എന്തായിരുന്നു ഒരു വടിയും കൊണ്ട് അങ്ങോട്ട് നടക്കാൻ പോയിരുന്നെങ്കിൽ. പിന്നെ ലാത്തി ചാർജിന്റെ ജലബീരങ്കിയുടെ മുമ്പിലേക്ക് കയ്യിൽ ഒന്നുമില്ലാതെ കയറി ചെല്ലുന്ന ആളാ സാറമ്മ മാഡം. ആ മാഡം കയ്യില് വടിയും കൊണ്ട് നടക്കുവോ? അതെ, ഈ ജലബീരങ്കിയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരാവുമ്പോ സ്ത്രീ എന്നൊരു പരിഗണന കൊടുക്കും. പക്ഷെ പട്ടികൾക്ക് അത് അറിഞ്ഞൂടാ. ഈ പട്ടികളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? എന്താ? പട്ടികൾക്ക് വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കുന്നത്. എങ്ങനെ? പട്ടികൾക്കേ വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കുന്നത്. അപ്പൊ ഈ മനുഷ്യരെ കൊല്ലണ എന്തുകൊണ്ടാ? കൊല്ലണതോ? അത് പട്ടികളൊന്നും മയക്കുമരുന്ന് ഉപയോഗിക്കണില്ലല്ലോ. മനുഷ്യന്മാരും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെ കൊല്ലണേ. അങ്ങനെ അല്ലാത്ത കൊലയും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആർക്കാ വിവേചന ബുദ്ധി ഇല്ലാത്ത? അതെനിക്കറിയില്ല. ആർക്കാ വിവേചന ബുദ്ധി? നമുക്ക് ആ ദുഃഖത്തില് പങ്കുചേരാലോ. പിന്നെ ദുഃഖത്തില് പങ്കുചേരാ. അതാ വന്നല്ലോ. അതെ ആ പുണ്യേന് കൊറേ സംശയമുണ്ട്, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ പുണ്ണേട്ടാ? അതെ, ഈ സാറാമ്മ മേഡത്തിന് എത്ര പട്ടികൾ ചേർന്ന കടിച്ചേ? അത് എനിക്ക് അറിഞ്ഞൂടാ. എത്ര കടി കടിച്ചെന്നറിയോ? എനിക്ക് അറിഞ്ഞൂടാ പുണ്ണേട്ടാ. ആ വെപ്രാളത്തിൽ എനിക്ക് അതൊന്നും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ പങ്കിയമ്മാവന് ഫോൺ വന്നപ്പോ നീ അടുത്തുണ്ടായിരുന്നില്ലേ? ഞാൻ അടുത്തുണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. ആ ചോദിക്കണ്ടേ? അതെങ്ങനെ അപ്പ ഇതൊക്കെ ചോദിക്കാ? ഈ സാറാ മേഡത്തിന് 7-ാം പൊളിച്ചയ്ക്ക് നടക്കാൻ പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതും ആൾക്കാരൊന്നും നടക്കാത്തൊരു റോഡ്. ആൾക്കാർ നടക്കാത്ത റോഡല്ല അത്, ആ സമയമായതുകൊണ്ട് ആളില്ലാത്തതല്ലേ പുണ്യേട്ടാ. ആ സമയത്ത് പട്ടികളെ ഉണ്ടാവുള്ളൂ. പിന്നെ വെളുപ്പിനല്ലേ നടക്കാൻ പോണേ. പേടിക്കണ്ടേ? പേടിക്കണം. അതെ അപ്പുണ്ണേട്ടാ, മാഡം രാവിലെ കൊറേ നിർബന്ധിച്ചപ്പോഴേ ഞാനും മാഡത്തിന്റെ കൂടെ നടക്കാൻ പോയാലോ എന്ന് ആലോചിച്ചതാ. ആണോ? നന്നായി, എന്നാ കടിയും കൊണ്ട് ഇവിടെ ഇരിക്കായിരുന്നു. സത്യം, പടച്ചോൻ കാത്തെന്ന് പറഞ്ഞാ മതി. ജീവിതത്തിൽ ആദ്യമായിട്ട് അടുക്കളപ്പണി കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവുന്നത്. എന്നാലും ഈ മേഡത്തിനെ പോലെ ഒരു ദേശീയ നേതാവിനെ പട്ടി കടിക്കാന്നൊക്കെ പറഞ്ഞാലേ. എന്റെ ചേച്ചി, പട്ടികൾക്ക് അറിയോ ദേശീയ നേതാവാണോ അതോ ലോക്കൽ നേതാവാണോന്ന്? അവറ്റകൾ ആരെ കണ്ടാലും കടിച്ചു കീറും. അത് ശരിയാ. ഞാനേ ജീവൻ പണയം വെച്ചിട്ട് രാവിലെ സൊസൈറ്റിയിലേക്ക് പോണേ. ഞാൻ അതിരാവിലെ പോണേ. ആ റോട്ടിൽ നിറയെ പട്ടികളായിരിക്കും. ഒരു ദിവസം ഞാൻ പാല് കൊണ്ട് പോകുമ്പോ 4 പട്ടികൾ എന്റെ സൈക്കിളിന്റെ പുറകിലാണ്ട് ഓടി. ഞാൻ സൈക്കിൾ അങ്ങോട്ട് ആഞ്ഞി ചവിട്ടി. പട്ടികൾ കുറച്ചു ദൂരം ഓടിയിട്ട് അവസാനം അവര് തോറ്റു. എങ്ങനെ? പട്ടികൾ തോറ്റു. അയ്യ, കള്ളക്കഥ ഉള്ളതാണ്. ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു കഥ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ആ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ സാറാ മേഡത്തിനെ പട്ടി കടിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്ന അപ്പൊ പറഞ്ഞല്ലേ. എന്തിനാ പുണ്യേട്ടാ ഇങ്ങനെ സൈക്കിൾ മുറുക്കം ചവിട്ടിയപ്പോഴത്തേക്ക് അവര് തോറ്റുപോയി. തോറ്റുപോയി.
ഞാൻ സൈക്കിൾ ഓടിക്കുന്ന സ്പീഡ് നിനക്ക് അറിയാറ്റാണ്. ആണോ? ആ എന്നാലേ പട്ടി കടിക്കാൻ വരുമ്പോ ഓടരുത്. ഓടിയിട്ടുണ്ടെങ്കിൽ അവര് പുറകെ ഓടി പിടിച്ച് കടിക്കും. അതിന് ഞാനല്ലല്ലോ ഓടിയത്, സൈക്കിളല്ലേ, സൈക്കിളിനെ അടിച്ചോട്ടെ. ഈ മനുഷ്യനോട് ഞാൻ എന്താടി പറയാ? എന്താ പറയാ? ഒന്നുമില്ല, ഞാൻ വിചാരിക്കായിരുന്നേ ഈ മേടത്തിൽ എന്തായിരുന്നു ഒരു വടിയും കൊണ്ട് അങ്ങോട്ട് നടക്കാൻ പോയിരുന്നെങ്കിൽ. പിന്നെ ലാത്തി ചാർജിന്റെ ജലബീരങ്കിയുടെ മുമ്പിലേക്ക് കയ്യിൽ ഒന്നുമില്ലാതെ കയറി ചെല്ലുന്ന ആളാ സാറമ്മ മാഡം. ആ മാഡം കയ്യിൽ വടിയും കൊണ്ട് നടക്കുവോ? അതെ, ഈ ജലബീരങ്കിയൊക്കെ പ്രവർത്തിപ്പിക്കണ മനുഷ്യരാവുമ്പോ സ്ത്രീ എന്നൊരു പരിഗണന കൊടുക്കും. പക്ഷെ പട്ടികൾക്ക് അത് അറിഞ്ഞൂടാ. ഈ പട്ടികളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയോ? എന്താ? പട്ടികൾക്ക് വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കണത്. എങ്ങനെ? പട്ടികൾക്കേ വിവേചന ബുദ്ധി ഇല്ല, മനുഷ്യർക്ക് അതുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാരെയും കയറി കടിക്കണത്. അപ്പൊ ഈ മനുഷ്യരെ കൊല്ലണ എന്തുകൊണ്ടാ? കൊല്ലണതോ? അത് പട്ടികളൊന്നും മയക്കുമരുന്ന് ഉപയോഗിക്കണില്ലല്ലോ, മനുഷ്യന്മാരും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോരുത്തരെ കൊല്ലണേ. അങ്ങനെ അല്ലാത്ത കൊലയും ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ആർക്കാ വിവേചന ബുദ്ധി ഇല്ലാത്ത? അതെനിക്കറിയില്ല. ആർക്കാ